നമസ്കാരം. നമസ്കാരം. ഒരു ചായ. ചായ എടുക്കണേ. എന്താ ചോദിച്ചാൽ കുറച്ച് തിരക്കാണല്ലോ. ഇലക്ഷൻ ഒന്നും വരാനായില്ലല്ലോ. എന്ത് തിരക്ക്? നാളെ ശിവൻ ജയിലിൽ നിന്ന് ഇറങ്ങല്ലേ, അവനെ ഒന്ന് പോയി കാണണം. അവൻ ആരുമില്ലല്ലോ സഹായിക്കാൻ. അല്ല, അവന് ജീവപര്യന്തല്ലേ? ഔസേപ്പേട്ട, അവൻ ഒരു കയ്യബദ്ധം പറ്റിയല്ലേ, മനഃപൂർവ്വമൊന്നും അല്ലല്ലോ. പിന്നെ ജയിലിൽ നല്ല നടപ്പായപ്പോ ചില ഇളവൊക്കെ കിട്ടി കാണും. കയ്യബദ്ധമൊന്നുമല്ല, അവൻ മനഃപൂർവ്വം ചെയ്ത് തന്നെയാ, അതെനിക്ക് ഉറപ്പാ. ഒരു നിമിഷം തോന്നി എടുത്തിയാട്ടാണേലും അതിനുള്ളതൊക്കെ അവനിപ്പോ ജയിലിൽ അനുഭവിച്ചു കാണും. ഇനിയിപ്പോ അവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ ഒന്ന് പോയി കാണട്ടെ, അവൻ ആരും ഇല്ലല്ലോ. ഞാനേ ഒന്ന് പോയി കാണട്ടെ, അതവന് ആശ്വാസം. അതും ശരിയാ. അനിയേട്ടാ, ഞാൻ വരട്ടെ. ഓക്കെ. ഒരു ചായ. ശരത്തെ, ശിവൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങുക. നീയൊന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. ഒന്ന് കരുതിയിരുന്നോ, ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാവുന്ന ദൈവത്തിന്. തൻ്റെ ശിക്ഷ നാളെ തീരുക. തൻ്റെ റിലീസിംഗ് ഓർഡറാണ് എൻ്റെ കയ്യിലുള്ളത്. എന്താണോ തൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? എൻ്റെ ജീവിതം തന്നെ ഇരുട്ടില്ലല്ലോ സാറേ. അതൊക്കെ അങ്ങ് മാറുള്ളൂ. ഇവിടുന്ന് എത്ര പേര് ശിക്ഷ കഴിഞ്ഞ് പുറത്തു പോയിരിക്കണോ? അവർക്കൊക്കെ നല്ല ജീവിതം കിട്ടിയില്ലല്ലോ. ഈ മരവിപ്പൊക്കെ മാറി കിട്ടത്തില്ലേ? ശരി. അവിടെ എന്താ വേണ്ടത്? ഒരു പഴംപൊരി. അവിടെ കഴിക്കാൻ വല്ല വേണോ? ഒന്നും വേണ്ട. ഒന്നും വേണ്ട. ശിവ, ഇരിക്കി, ചായ എടുക്കാൻ ഞാൻ. കട്ടപ്പനയിലുള്ള 2 കുട്ടികളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് ഭാര്യ കാമുകനോടൊപ്പം ഒളിച്ചോടി പോയെന്ന്. ഇപ്പൊ വരുന്ന ന്യൂസ് മൊത്തം ഇത് തന്നെയാണല്ലോ. ഇവന്മാർക്ക് ഇത് എന്തിന്റെ കേടാ? അതെ, നമ്മുടെ നാടിന്റെ ഒരു പോക്കേ. എന്ത് പോക്ക്? കെട്ടിയന്മാർക്ക് കഴിവില്ലാണ്ടായ ഇതിലപ്പുറം നടക്കും. അത് വേറെ. ഒരു കടി. അല്ല സോപേട്ട, ഈ പത്രം എടുത്ത് നോക്കിയാലേ ദിവസം കാണാലോ ഈ ഒളിച്ചോട്ടോ പീഡനമൊക്കെ. ഇതിനൊക്കെ ഒരു അറുതില്ലേ? എനിക്കറിയില്ല ഉത്തമ. ഏതായാലും നിന്റെ എന്റെയൊക്കെ ഭാര്യമാര് വീട്ടിലുണ്ടല്ലോ, അത് നോക്കിയാ പോരെ. നീ കഴിച്ചിട്ട് പോവാന്ന് നോക്കൂ. അലമ്പാക്ക. ഞാൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നതേ നീ ഇപ്പൊ വായിച്ചില്ലേ? ഇതുപോലുള്ളവരെ കൊല്ലാൻ വേണ്ടി തന്നെയാ. അതിനു യോഗം നിനക്കാണെങ്കിൽ അങ്ങനെ ആവട്ടെ. മാറോ?
ഞാൻ ഇറങ്ങി. കവലയിലുള്ള നാട്ടുകാർ പറഞ്ഞ നീ അറിഞ്ഞാണ്. നിന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അന്ന് നിന്നെയും കൂടെ തീർക്കണമായിരുന്നു. ആയുസിന്റെ ബലം കൊണ്ടാ നീ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിയത്. ആയുസിന്റെ ബലം ആർക്കാന്ന് നമുക്ക് കണ്ടറിയാം. ഇന്നത്തെ രാത്രിയുടെ കേട്ടെ, കവലയിൽ വെച്ച് 10 ആൾ കണക്ക് തന്നെ നമുക്ക് കണക്ക് തീർക്കാം. ശരിയാ, നാട്ടുകാരുടെ മുമ്പ് വെച്ചാവണം. അതാ എനിക്കിഷ്ടം. വീണ്ടും ജയിലിലേക്ക് പോകാൻ കണക്കാക്കി തന്നെ ഞാൻ വന്നേക്കുന്നത്. അതിൽ ചെറിയൊരു തിരുത്തുണ്ടല്ലോ. നീ ഇത്ര നാള് ജയിൽ ചെയ്ത് അനുഭവിച്ചതല്ലേ, ഇനി ജയിൽ എന്റേതാണ്. കാണാം, നീ ആളെ വിളിച്ച് കൂട്ട്. ആരാ അവിടെ? ആ, നല്ല ആളാ. ഞാനത് മറന്നുപോയി. ഉച്ചക്കത്തെ ഭക്ഷണം എടുക്കാതെയാണോ പോകുന്നേ? സമയത്ത് ആരും കഴിക്കാതെ അസുഖം വന്നാ എനിക്ക് ആരാ ഉണ്ടാവുക? എനിക്കെന്തേലും വന്നാലേ നീ ഉണ്ടല്ലോ, പിന്നെന്തിനാ ഞാൻ പേടിക്കുന്നത്? പോയിട്ട് വരട്ടെ. ശിവേട്ടാ, വൈകിട്ട് നേരത്തെ വരണേ. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ആ, ശരി ശരി. പണിക്കും മണിയായിട്ട് ഒരു സിഗരറ്റ് സുഖല്ല? അല്ലടെ ഒന്നും പണിയൊന്നുമില്ലേ? എന്ത് പണിന്റെ ആവശ്യം? ആ കൊടുക്കി കൊടുക്കി. അല്ല ചേർത്തെ, അതാരാ വരുന്ന നോക്ക്. അതിന്റെ പഴയ കാമുകീനെ കെട്ടിയാനല്ലേ? ഓനെ കണ്ടാലറിഞ്ഞൂടെ പൊട്ടനാന്ന്. അല്ല ചേർത്തെ, അണക്ക് ഇപ്പോഴും ഉണ്ടോ ആ പഴയ ചുറ്റിക്കളി? ഒന്ന് പോടാ. അതുകൊണ്ട് ചിരി കണ്ടറിഞ്ഞൂടെ? കാര്യങ്ങളൊക്കെ നടന്നാൽ മതിയല്ലേ മണിട്ടാ? അതെ അതെ. അല്ല, എല്ലാം നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്. നിങ്ങൾക്കറിയാലോ ഞാൻ പൊട്ടനല്ല. എടാ എവിടെ പണി? ടൗണിലാ. ടൗണിലാട്ടോ. ഇങ്ങനെ പണിയൊക്കെ ആയിട്ട് നടന്നാ മതിയാ ശിവ. പണിക്ക് പോയാലല്ലേ വയറിറക്കാൻ പറ്റും. ശരിയാ, പണിക്ക് അതിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2-3 കൊല്ലമല്ലേ ശിവ? ഇതുവരെ പെണ്ണുങ്ങളെ വയറിറച്ചില്ല. എപ്പോഴും ജോലിയായിട്ട് നടന്ന എങ്ങനെയാ ശിവ? ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്തണ്ടേ? നിങ്ങളൊക്കെ എത്ര വേണേലും എന്നെ കളിയായിക്കോ. ഈ കുഞ്ഞെന്നൊക്കെ പറയുന്നത് ദൈവം തരുന്നതല്ലേ. എല്ലാം അങ്ങനെ ദൈവം തരൂല, നമ്മളിവിടെ കുറച്ച് പാടുപെടണം. അല്ല ശിവ, എനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാര്യങ്ങൾ അറിയണ്ട. നിങ്ങളുടെ എല്ലാവരും ഈ പരിഹാസത്തിന് ഞാൻ ഒരു ദിവസം മറുപടി തരും. അന്ന് നിങ്ങളുടെ മുന്നിലൂടെ ഞാനും എൻ്റെ കൊച്ചും എൻ്റെ ഭാര്യയും കൂടി നെഞ്ചും വിരിച്ച് ഈ കവലയിലൂടെ പോകും. അന്നേ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണം. പാവട്ടോ, എന്തിനാണോ എന്തിനാണ്ട പാവത്തിന് വെറുതെ അന്നെ കൊണ്ട് കയ്യിലോട്ട് വേണം. ശിവേട്ട, ശിവേട്ടൻ അറിയാലോ ഞാൻ അയാളും തമ്മിലുണ്ടായിരുന്ന ബന്ധം. അയാളൊരു തല്ലിപ്പിളായതുകൊണ്ട് അച്ഛൻ എന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാതിരുന്നത്. ഞാൻ ശിവേട്ടനോട് പറയാതിരുന്നത് ശിവേട്ടൻ എന്തെങ്കിലും പ്രശ്നമാക്കുമെന്ന് വിചാരിച്ചിട്ട്. പലതവണയായിട്ട് അയാൾ എന്നെ ശല്യം ചെയ്യുന്ന പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട്. എന്തിനാ അവളെ എങ്ങനെ ശല്യപ്പെടുത്തുന്നത്? നമ്മുടെ കല്യാണത്തിന് മുന്നേ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവൾ എന്നോടെല്ലാം പറഞ്ഞതാ. അവളൊരു പാവമാണ്, ഞങ്ങൾ ജീവിക്കാനും.
മാറാ അങ്ങോട്ട്. ഏയ് എന്താ പറ്റിയ? ഞാൻ കവല പോയി ഓട്ടോ പിടിച്ചു വരട്ടെ? വേണ്ട ശിവേട്ടാ. വേണ്ടെന്നോ? ശിവേട്ടൻ നമ്മുടെ കവലയിൽ കൂടി നെഞ്ചു വിരിച്ച് നടക്കണ്ടേ? നീ ഛർദിക്കല്ലേ? ഞാൻ ഓട്ടോ വിളിച്ചിട്ട് വരാം, പേടിക്കണ്ട. ശിവേട്ടൻ ഇപ്പോഴും കാര്യം മനസ്സിലായില്ല? ഇല്ല, പറ വേഗം. ശിവേട്ടൻ ഒരു മണ്ടൻ തന്നെ. നീ കാര്യം പറ. ശിവേട്ടൻ ഏറ്റവും വലിയ സ്വപ്നം ആഗ്രഹം എന്താ? ശിവേട്ടൻ ഒരു അച്ഛനാവാൻ പോകും. നേരാണോ? സത്യമാണോ? എന്താ ശിവേട്ട ഒരു കള്ളക്കളി? ഈ ശിവേട്ടൻ്റെ ഒരു കാര്യം, പ്രസവം ഇന്നോ നാളെയോ നിശ്ചയം നിൽക്കുക, അപ്പോഴാണ് ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊണ്ടുവരുന്നത്. കുട്ടി മോളാന്ന് പറഞ്ഞിട്ട് എത്ര കളിപ്പാട്ടാ വാങ്ങിക്കൊണ്ടുവരുന്നത് ഓരോ ദിവസവും. ഇതുവരെ തീരാറായില്ലേ? ഞാൻ ഇനിയും വാങ്ങും, കുട്ടി വളർന്ന് വലുതാവുന്നത് വരെ. അത് കഴിഞ്ഞാല് കുറെ സ്വർണം വാങ്ങും. നമ്മുടെ മോളെ കെട്ടിച്ചുവിടണ്ടേ? ശിവേട്ടൻ ആദ്യം ഭക്ഷണം കഴിക്കും, ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. എന്നെ എത്ര പേര് കളിയാക്കിയിട്ടുണ്ടെന്നറിയോ ഒരു കുട്ടിയില്ലാത്ത എൻ്റെ പേരിൽ? ഇനി ശിവേട്ടൻ ആരും കളിയാക്കില്ല. എൻ്റെ മോളെ എനിക്ക് നല്ലപോലെ വളർത്തണം, പഠിപ്പിക്കണം. വലുതാകുമ്പം നല്ലൊരു ചെക്കനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിച്ചയക്കണം. പിന്നെ അവളുടെ മക്കളെയൊക്കെ ലാളിച്ച് നടക്കുന്ന ഒരു മുത്തച്ഛനാവണം. നിനക്ക് മുത്തശ്ശിയാവണ്ടേ? അല്ല, അപ്പം മോളാണെന്ന് ഉറപ്പിച്ചോ? വർണ്ണിച്ച മതി ശിവേട്ട, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ കിടക്കട്ടെ. ഡോക്ടറെ അടുത്ത് പോണോ? ഏയ് വേണ്ട. പിന്നെ നാളെ ജോലി കഴിഞ്ഞിട്ട് വരുമ്പം ഞാനല്പം വൈകും. നീ വേണേ കൂട്ടിന് അമ്മയെ കൂടെ വിളിച്ച് കിടത്തിക്കോ. അത് നാളെയല്ലേ ശിവേട്ട, എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കട്ടെ. പിന്നെ നാളെ വരുമ്പോൾ വൈകുകയാണെങ്കിൽ രാത്രി വരാൻ നിൽക്കണ്ട, രാവിലെ വന്നാൽ മതി. അസമയത്തുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. ശരത്തെ, നീ എന്താ ഈ സമയത്ത്? ശിവേട്ടൻ എങ്ങാനും വന്നാലോ? ആ പൊട്ടന് ടൗണിലല്ലേ ജോലി. അത് ശരത്തിന് എങ്ങനെ അറിയാം? ഇതെല്ലാം മനസ്സിലാക്കിയിട്ടില്ലേ അവന് ഞാൻ നിന്നെ വിട്ടുകൊടുത്തത്. പിന്നെ ടൗണിലെ ലാസ്റ്റ് ബസ് ഞാൻ നോക്കിയിരുന്നു, അതിൽ ഓനില്ല. ശിവയ്യ എന്താ വൈകി? ഓ, ഒന്നും പറയണ്ട ഏട്ടാ, നൈറ്റ് പണിയുണ്ടായിരുന്നതാ. ഒടുവിൽ ഞാൻ ഉച്ചയ്ക്ക് റെസ്റ്റ് പോലും എടുക്കാതെ പണി ചെയ്തങ്ങ് തീർന്നു. ശരി, അങ്ങനെ ചെയ്തു വന്നപ്പോൾ അവസാനത്തെ ബസ്സും അങ്ങ് പോയി. പിന്നെ രാവിലെ പോന്നാ പോരെ? ഇനിയോ? രാവിലെ പോരാന്ന് വിചാരിച്ചതാ, പക്ഷെ അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഒന്നാമത് പ്രസവത്തെ ഇത് അടുത്തിരിക്കല്ലേ, അതുകൊണ്ടാ ഓടി കതച്ചങ്ങ് പോകുന്നത്. അത് ശരി, അമ്മേനെ വിളിച്ച് വീട്ടിൽ കിടത്തിയാ പോരെ? ഇനിയോ? ഞാൻ പറഞ്ഞതാ അമ്മയെ വിളിച്ച് കൂട്ടിനിരുത്താൻ, പക്ഷെ അവള് കേൾക്കില്ല. അമ്മ എന്തിനാ വയസ്സങ്കടത്ത് ബുദ്ധിമുട്ടിക്കുന്നത്, അതുകൊണ്ടാ. എന്നാ ഞാൻ പോട്ടെ. കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ നീ എന്നെ മറക്കുവോ? നിന്നെ മറക്കാനായിരുന്നെങ്കിൽ ഞാൻ എന്നേ വേറെ കല്യാണം കഴിച്ചേനെ. അത്രയ്ക്ക് ഇഷ്ടമാണോ നിനക്ക് എന്നെ? പിന്നല്ലാതെ. നിന്റെ അച്ഛൻ്റെ എതിർപ്പും ആത്മഹത്യാ ഭീഷണിയല്ലേ ആ മണവണാഞ്ചനം നിന്റെ തലയെ കെട്ടിവെച്ചത്. നീ അനുഭവിച്ചോ? അതുകൊണ്ടെന്താ, നിനക്ക് നേട്ടം മാത്രമല്ലേ ഉള്ളൂ. അവന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ അവനെ തീർത്താനെ. ഈ വയറ്റിൽ വളരുന്ന കുട്ടി അയാളുടേതാണെന്നും ഉണ്ടാവാൻ പോകുന്നത് മോളാണെന്നും പറഞ്ഞ് ഭയങ്കര സ്വപ്നത്തിലാണ് അയാൾ. ആ അലമാര മുഴുവനും കുട്ടിക്കുള്ള കളിപ്പാട്ടങ്ങളാ. ദൈവമേ, ഇങ്ങനെയുണ്ടോ പൊട്ടന്മാര്? ആ, അങ്ങനെ തന്നെ വിശ്വസിച്ചോട്ടെ. സ്വന്തമായിട്ട് അനുഭവിക്കാനുള്ള യോഗം ഇല്ലാണ്ടായിപ്പോയി. നമുക്കിങ്ങനെ പോവാല്ലേ? ഇവർക്ക് പൊട്ടനായത് നമ്മുടെ ഭാഗ്യം.
ഇനി ഈ കുട്ടിയുടെ അവകാശം പറഞ്ഞാൽ നീ ഇങ്ങോട്ട് വരരുത് കേട്ടോ എൻ്റെ ജീവിതത്തിലേക്ക്. എനിക്ക് അങ്ങനെയുള്ള കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലെന്ന് നിനക്കറിയത്തില്ലേ? പിന്നെ ഇടയ്ക്ക് എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ വരും. എന്താ വരണ്ടേ? ഓ, അപ്പോൾ കുട്ടിയുടെ കാര്യത്തിൽ ഉത്തരവാദിത്വമൊന്നുമില്ലേ? ഇത്രയും നാളാ പൊട്ടൻ തന്നെയല്ലേ ചുമന്നത്? ജീവിതകാലം മൊത്തം ആ പൊട്ടൻ തന്നെ ചുമക്കട്ടെ. മോനെ ശിവ, മോള് വന്നിട്ടില്ല. അവൾ സ്കൂളിൽ പോയതാ. മോനെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി മോൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവണം. എനിക്കും മോക്കും നീയല്ലാതെ പിന്നെ ആരാ ഉള്ളത്? മോള്, ഞാൻ ഇവിടെ വന്നതേ നിങ്ങളെ കാണാനല്ല. എനിക്ക് അവനെ ഒന്ന് ഒറ്റയ്ക്ക് കാണണം. ശിവ, മോളെ ഞാൻ വൈകുന്നേരം സ്കൂളിൽ വരുമ്പോ കൊണ്ടുവരാം. അവളെ നീ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് നിന്റെ മോളൊന്ന് കാണണ്ടടാ.
അച്ഛാ മോനെ മോനെ വേണ്ട വേണ്ട മോനെ അച്ഛാ വേണ്ട അച്ഛാ. അടാ ശിവ, അന്റെ മോളാണ്ടേ പറയുന്നത് കേക്കറ. അച്ഛ ഒന്നും ചെയ്യണ്ട അച്ഛാ. നീ സംശയിക്കണ്ട, കുട്ടി എൻ്റെ തന്നെയാണ്. പക്ഷേ എനിക്ക് നിനക്കും അല്ലാതെ ഈ സത്യം മറ്റാർക്കും അറിയത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം എല്ലാം വിളിച്ചു പറയും. നാട്ടുകാർക്ക് പോലും അറിയത്തില്ല. നിനക്ക് വേണമെങ്കിൽ എന്നെ ഇപ്പം കൊല്ലാം. പക്ഷേ എന്നെ ഇപ്പം കൊല്ലാതെ വിട്ട ആ മോളുടെ കൂടി നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. ആ കുട്ടിയുടെ മനസ്സിൽ ഇപ്പോഴും നീയാണ് അച്ഛൻ. അച്ഛാ